പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നിനക്കെന്റെ പെങ്ങളെ തന്ന അവനല്ലേ, അതിനുള്ള ചെറിയൊരു പരിഗണന. അതല്ലാതെ ഒന്നും രാജീവിനോട് തോന്നരുത്. അവന് പിന്നെയുള്ളവരെ കൂടി അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. സഞ്ജു ആദിയെ നോക്കിക്കൊണ്ട് തന്നെ എഴുന്നേറ്റിരുന്നു. സഞ്ജുവിനെ നോക്കി തലയാട്ടിയതല്ലാതെ ആദിയൊന്നും പറഞ്ഞില്ല. ഉള്ളിനെ കൂടി തണുപ്പിക്കാൻ കെൽപ്പുള്ള സായാഹ്നക്കാറ്റിൽ രണ്ടുപേരും അല്പനേരം മൗനമായിരുന്നു. പെട്ടെന്നാണ് സഞ്ജുവിന്റെ ഫോൺ ബെല്ലടിച്ച്. അമ്മയാണ് ആദിയോട് പറഞ്ഞിട്ടവൻ അതെടുത്ത് കാതോടി ചേർത്ത് വെച്ചു. പറയാമ്മ എന്ന് ചിരിയോടെ സംസാരിച്ചു തുടങ്ങിയവൻ ഇടയിൽ മൗനമായിരിക്കുന്നത് കണ്ടിട്ടാണ് ആദി തലയിരിച്ച് നോക്കിയത്. ശ്വാസം പിടിച്ചിരിക്കുന്ന പോലെ ഒരു പിടച്ചിൽ അവന്റെ മുഖത്തുണ്ട്. ആദിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താടാ? സഞ്ജു പതിയെ ഒന്ന് മൂളിക്കൊണ്ട് ആ സംസാരം അവസാനിപ്പിക്കാൻ കാത്തിരുന്ന പോലെ ആ നിമിഷം ആദിയുടെ ചോദ്യമെത്തി. കഴുത്തൊടിഞ്ഞ പോലെ സഞ്ജുവിന്റെ മുഖം കുനിഞ്ഞു പോയിരുന്നു. സഞ്ജു, നിന്നോടാ ഞാൻ ചോദിച്ചത്. എന്താ പ്രശ്നം? എന്താ നളിനി ആന്റി പറഞ്ഞ്? ആദി സഞ്ജുവിനെ തോളിൽ പിടിച്ചു ഉലച്ചു. മറ്റന്നാ രാവിലെ നന്ദുവിന്റെ കല്യാണടാ. ചിലമ്പിച്ച അവന്റെ സ്വരത്തിൽ ഒരു കണ്ണീർ കടൽ ഒളിച്ചിരുന്നു. കല്യാണോ? ഇത്ര പെട്ടെന്നോ? ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞ പോലായി. സഞ്ജു തലയുയർത്താകുന്നു മൂളി. നിന്ന് മൂളിക്കളിക്കാൻ മുഴുവൻ പറയട കോപ്പേ. എന്താ ആന്റി പറഞ്ഞു? ആദിക്ക് വെറുതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പ്രകാശങ്ങൾ കണ്ടുവച്ച അവിടെ ചെക്കന് ലീവില്ലെന്ന്. അവർക്ക് അവിടെ അധിക ദിവസം സ്റ്റേ ചെയ്യാനും കഴിയില്ലെന്ന്. എത്രയും പെട്ടെന്ന് നന്ദുവായിട്ട് കാശ്മീരിലേക്ക് പോകണം. അതിന് വിവാഹം രജിസ്റ്റർ ചെയ്യാണെന്ന്. അല്ലാതെ ഇനിയും അതിനുവേണ്ടി വരാൻ അവർക്ക് ടൈമില്ലെന്ന്. ചോരച്ചുവപ്പാർന്ന അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആദിക്കും നോവുന്നുണ്ടായിരുന്നു. എടാ, എന്നാലും ഇത്ര പെട്ടെന്ന് അങ്കിള് മരിച്ചിട്ട് വെറും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മാത്രമല്ല അവൾക്കും കാലിന് വയ്യല്ലോ. ഈ അവസ്ഥയിൽ ഇതെന്താ സഞ്ജു ഇങ്ങനെ? ആദി വെപ്രാളത്തോടെ ചോദിച്ചു. എനിക്കറിയില്ലടാ. അവളുടെ പപ്പ കണ്ടുപിടിച്ചല്ലേ. മകൾക്ക് ദോഷം വരുന്നൊന്നും ഒരച്ഛനും ചെയ്യില്ലല്ലോ ആദി. വികൃതമായൊരു ചിരിയോടെ സഞ്ജു ഉള്ളിലെ വേദനയെ ദുഃഖി. അതുവരെയും നിറഞ്ഞിരുന്ന സന്തോഷമൊക്കെയും രണ്ടുപേരിൽ നിന്ന് എങ്ങോ പോയി മറിഞ്ഞിരുന്നു. പകരം അവിടെ വേദനയാണ് നിറഞ്ഞത്, ഉള്ളു കടയുന്ന വിങ്ങലും. എടാ, ഞാനും സംസാരിച്ചു നോക്കട്ടെ? മുഖം കുനിച്ചിരിക്കുന്ന സഞ്ജുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ആദി ചോദിച്ചു. എന്ത് പറയൂ ആദി? സഞ്ജു വിളറിയ ചിരിയോടെ അവനെ നോക്കി. നിനക്കവളെ ഇഷ്ടമല്ലേ സഞ്ജു? എന്റെ പ്രാണനോളം. ആത്മനിന്ദയുടെ ഒരു ചിരിയോടെ സഞ്ജു പതിയെ പറഞ്ഞു. ഞാൻ പറയാം, അവർക്ക് മനസ്സിലാവും. ആദി ഉറപ്പോടെ പറഞ്ഞു. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നടാ. ഞാനിപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി അവളെന്നെ കൊതിച്ചിട്ടുമുണ്ട്. എൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി കൊതിച്ചവളെ നിഷ്കരണം അപമാനിച്ച് എനിക്കിനി എൻ്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ എന്ത് യോഗ്യതയാടാ അവള്? വീണ്ടും അവളെ അവഹേളിക്കാൻ എനിക്ക് വയ്യടാ. സഞ്ജുവിൻ്റെ സ്വരം നീർത്തു. പക്ഷേ ആദിക്ക് അവനോട് എന്ത് പറയണമെന്നറിയാത്തൊരു നിസ്സായാവസ്ഥയാണ് തോന്നിയത്. മറക്കാനാവില്ല ആദി. ആ നോട്ടം, ചിരി, സ്നേഹത്തോടെയുള്ള വാക്കുകൾ, എനിക്കായി മാത്രമുള്ള കുസൃതികൾ, ഇതെല്ലാം മരിക്കുന്നവരെ എന്നെ വേദനിപ്പിക്കും. സുഖമുള്ളൊരു നോവായി എന്നെ ഓരോ നിമിഷവും എൻ്റെ നന്ദു വേദനിപ്പിക്കും. ചെമ്പരത്തി പൂ പോലെ സഞ്ജുവിൻ്റെ മുഖം ചുവന്നു. സത്യത്തിൽ ഇതുപോലെ അവളും വേദനിച്ചിട്ടുണ്ടാവില്ലേ ആദി? ഞാൻ ഒരിക്കലും അവളെ സ്നേഹിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലൊരു വേദന അവളെയും. സഞ്ജു ഒന്ന് ശ്വാസമെടുത്തു. എന്തിൻ്റെ പേരിലായാലും ഒരിക്കൽ നമ്മൾ ഉപേക്ഷിച്ച പലതും ഇതുപോലെ നമ്മൾക്ക് മാത്രമായി മനസ്സിലാക്കി തരും. ഒരിക്കൽ അവ നമുക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന്, ആശ്വാസമായിരുന്നു എന്ന് സഞ്ജു പതിയെ പറഞ്ഞു. ചിലപ്പോൾ ഒരു തുറന്നുറച്ചിൽ കൊണ്ടെല്ലാം ശരിയായല്ലോ സഞ്ജു. ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട്, നഷ്ടമൊന്നുമില്ലല്ലോ സഞ്ജു. നീ ജീവിതാവസാനം വരെ ഒറ്റയ്ക്ക് ഇങ്ങനെ നീറാൻ നന്ദനൊരു കാരണമാവരുത്. ആദ്യം അവൻ്റെ നേരെ നോക്കി. ഒറ്റക്കോ? ഞാനോ? ഒരിക്കലുമില്ല നന്ദു. ഉള്ളിലൊരു കടലാഴത്തോളം എൻ്റെ നന്ദു നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കരയിൽ ഒറ്റക്കാവും? വേദന തിങ്ങി അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ ആദ്യം മുഖം കുനിച്ചു. പ്രണയം സുഖാണെന്ന് ആരാണ് ആദ്യം പറഞ്ഞത്? വീണ്ടും ആ പാറപ്പുറത്തേക്ക് മറന്നു കിടന്നുകൊണ്ട് സഞ്ജു ചോദിക്കുമ്പോൾ ആദ്യം ഉത്തരമില്ലാത്ത പോലെ ഇരുന്നു. അത് വേദനയാടാ, വിങ്ങല. അനേകായിരം ആളുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഒരൊറ്റയാളിലെങ്കിൽ തോന്നുന്ന ശൂന്യതയാ. ഒന്ന് കാണാൻ കൊതിക്കുമ്പോൾ അതിനായിട്ടില്ലെങ്കിലുള്ള കരൾ പിടയുന്ന നോവാ. ഒന്നും മിണ്ടാൻ തോന്നുമ്പോൾ അതിനായിട്ടില്ലെങ്കിലുള്ള നീറ്റല. നഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോൾ ഒന്നാകെ വിഴുങ്ങിക്കളയുന്ന തീകോള. എന്നിട്ടും പിന്നെ ആരാടാ പ്രണയം സുഖാണെന്ന് പറഞ്ഞ്? സഞ്ജു പിറുവിറുത്തു. ആദ്യ നിസ്സായതോടെ അവനെ നോക്കിയിരുന്നു. എനിക്ക് തിരികെ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് ആദി. ഒരിക്കലും
ഇനി ഒരിക്കലും പഴയ പോലെ നന്ദുവിനിലേക്ക് വരില്ലെന്ന് ഓർക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ തോന്നുന്നൊരു വേദനയുണ്ട്. ഇന്നോളം ഞാൻ ഇതുപോലെ. സഞ്ജുവിൻ്റെ സ്വരമിടറി. നീ പറഞ്ഞ പോലെ എത്ര പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ടെന്നോ അവൾക്ക് മുന്നിൽ പോയിട്ട് എൻ്റെ മനസ്സൊന്ന് തുറന്നു കാണിക്കണമെന്ന്. പക്ഷെ അപ്പോഴവൾക്ക് നോവെന്ന് ഓർക്കുമ്പോൾ എൻ്റെ വേദന ഞാൻ ഒറ്റയ്ക്ക് സഹിക്കും. സഞ്ജു ഒന്ന് ശ്വാസമെടുത്തു. നെഞ്ച് തടവിക്കൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു. മതിയടാ. ആദ്യം അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ഇതൊരു തുടക്കം മാത്രമാണ് ആദി. ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഇതുപോലൊരു വിങ്ങലായിട്ട് നന്ദുവിനി എൻ്റെ കൂടെ കാണും. ആത്മാർത്ഥ പ്രണയത്തിന് നേരെ മുഖം തിരിച്ചതിനുള്ള ദൈവത്തിൻ്റെ ശിക്ഷയായത്. അനുഭവിക്കാതെ വേറെ വഴിയില്ല. സഞ്ജു ചിരിയോടെ പറഞ്ഞു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നന്ദുവിന് നിന്നെ മനസ്സിലാവും സഞ്ജു. ആദി അവന് പോലും ഉറപ്പില്ലായിട്ടും സഞ്ജുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ആകുമായിരിക്കും, അതിലെനിക്ക് സംശയമില്ല. പക്ഷേ മരിച്ച മണ്ണോട് ചേർന്ന് പോയ അച്ഛൻ്റെ വാക്ക് പാലിക്കേണ്ട ഗതികേട് മുന്നിൽ വരുമ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ഉപേക്ഷിച്ച് കളയാനാവും. സഞ്ജു പതിയെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അവളും വേദനിക്കല്ലേ സഞ്ജു? അവൾക്ക് ഒരിക്കലും നിന്നെ മറക്കാൻ കഴിയാതെ, വെറുക്കാൻ കഴിയാതെ മറ്റൊരാൾക്കൊപ്പം. ആദി പാതിയിൽ നിർത്തി. അല്ലെങ്കിലും ജീവനോളം പ്രണയിച്ചവർക്ക് എങ്ങനെ മറക്കാൻ കഴിയും ആദി? അതൊരു നുണയല്ലേ? മറന്നുവെന്നും വെറുത്തുവെന്നും മനോഹരമായി നുണ പറയുമ്പോൾ പോലും നമ്മൾ ഒരിക്കലും അവരെ മറന്നു കളയുന്നില്ലല്ലോ. പകരം മറ്റാരും കാണാതെ ഹൃദയത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കും. വീണ്ടും എടുത്തു നോക്കിയാൽ നോവെന്ന് ഉറപ്പായാലും നമ്മളവരെ മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുക്കില്ല. ആ നോവിൻ്റെ നീറ്റിലും സഹിച്ചങ്ങനെ. മതി, എഴുന്നേറ്റ് വന്നേ. നീ ഇന്നത്തോടെ കല്യാണം എന്നല്ലല്ലോ പറഞ്ഞു. പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. നീ ഇപ്പോൾ വന്നേ. വീണ്ടും അവൻ്റെ സങ്കടം സഹിക്കാൻ വയ്യുന്ന പോലെ ആദ്യം പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ സഞ്ജു ഫോണും കയ്യിലെടുത്തുകൊണ്ട് എഴുന്നേറ്റു. തിരികെയുള്ള യാത്രയിൽ രണ്ടുപേരും മൗനമായിരുന്നു. ആദ്യം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടും സഞ്ജു വഴങ്ങിയില്ല. ഒറ്റയ്ക്ക് വിടറ എന്ന് ദയനീയമായി പറയുന്നവനെ പിന്നെ നിർബന്ധിച്ചു കൊണ്ടുവരാനും തോന്നിയില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോരാമെന്ന് പറഞ്ഞിട്ട് കൂടി സഞ്ജു വഴങ്ങിയില്ല. അവൻ്റെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം അവൻ അവൻ്റെ വീട്ടിലായി കൊടുത്തു. പെങ്ങളോടും മാഷിനോടും പറയണ്ട കേട്ടോ. വെറുതെ എന്തിനാ ആദ്യം അവരെ കൂടി. ആദിയുടെ ബൈക്കിന്റെ വെളിച്ചത്തിൽ വാതിൽ തുറക്കുന്നതിനിടെ സഞ്ജു പറഞ്ഞു. മനസ്സിൽ തങ്ങുന്ന നിന്റെ ആ ഇഷ്ടം അതൊന്ന് അവളോട് പറയടാ. ഇനിയും വൈകല്ലേ. നഷ്ടപ്പെടുമ്പോൾ വേദനിക്കാൻ ആ ഇഷ്ടത്തെ നീ വിട്ടുകൊടുക്കല്ലേടാ. ഉള്ളിലുള്ള മുഴുവൻ സ്നേഹം പകർന്നു കൊടുത്തിട്ട് അവൾ നിന്നിലേക്ക് ചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ അത് വല്ലാത്തൊരു നോവാടാ. സഹിക്കാൻ കഴിയില്ല. നമ്മളില്ലാതായി പോവാതി. വേദനിച്ച് ജീവിക്കാനും മരിക്കാനും കഴിയാതെ. അകത്തേക്ക് കയറുന്നതിനിടെ സഞ്ജു പറയുന്നുണ്ടായിരുന്നു. ആദ്യ വാക്കുകൾ നഷ്ടം വന്ന പോലെ അവനെ നോക്കിയിരുന്നു. നീ എവിടെ പോയതാ? അനൂപിന്റെ കൂർത്ത സ്വരം. അവനെ അവിടെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ മാളൂന്ന് പകച്ചുപോയി. വൈകുന്നേരം ഷമീർ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് അവൾ അന്ന് തിരികെ പോകുന്നത്. ദുആമോൾ അന്നത്തോടെ കൂടുതൽ ഉഷാറായിരുന്നു. മിക്കവാറും നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതൊരു ആശ്വാസം തന്നെയാണെങ്കിലും നാളെ മുതൽ മകളെ ഇവിടെ ഏൽപ്പിക്കുന്നോർത്തുകൊണ്ട് സമീർ അസ്വസ്ഥനായിരുന്നു. മനസ്സിലുള്ള ആശ അവനോട് പറയാൻ മാളവിക്ക് ഒരു ചമ്മലുണ്ടായിരുന്നു. അവസരം മുതലെടുപ്പ് നടത്തുകയാണെന്ന് തോന്നിയാലോ എന്നൊരാശങ്കയുള്ളതുകൊണ്ട് തന്നെ അവളത് അവനോട് പറയാതെ മനസ്സിലൊതുക്കി. നിനക്കെന്താടി ചെവിയോട്ടൂടെ? നിന്നോട് ഞാൻ ചോദിച്ചു. അനൂപ് മാളുവിന് നേരെ ചാടി. ഞെട്ടിക്കൊണ്ട് അവളൊന്ന് പിന്നിലേക്ക് നീങ്ങി. അത് ചോദിക്കാൻ നിങ്ങളാരാ? ഉള്ളിൽ അവനെ നോക്കുമ്പോൾ ഭയമുണ്ടായിട്ടും മാളു പതറാതെ ചോദിച്ചു. അതല്ലല്ലോ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് അനൂപ് പറഞ്ഞു. അമ്മേ. അവന്റെ നോട്ടം കണ്ടതും വെറുപ്പോടെ മാളു അകത്തേക്ക് നോക്കി വിളിച്ചു പോവാതടി, നിന്റെ തള്ളയുടെ ഇല്ല. അനൂപ് ഒരു ചിരിയോടെ പറഞ്ഞു. മാളു ഞെട്ടിപ്പോയി. ചോദ്യത്തിനുള്ള ഉത്തരം പറയുമോളെ നീ? വല്ലാത്തൊരു വഷളം നോട്ടത്തോടെ അനൂപ് വീണ്ടും ചോദിച്ചു. നിങ്ങളെന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ? തൽക്കാലം ചേച്ചിയുടെ കാര്യം നോക്കിയാൽ മതി. അവനെ കടന്ന് അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞുകൊണ്ട് മാളവിയെ അനൂപ് കയ്യിൽ അമർത്തി പിടിച്ചു. ഏത് ചോദിക്കാൻ നിന്റെ തന്തയുടെ ഇല്ലല്ലോ. അങ്ങേരെ കൊന്നിട്ടല്ലേ പൊന്നുമോള് കാമമൂത്ത് ഓടിപ്പോയത്. എന്നിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോടി നീ? അവന്റെ ചോരച്ചുവപ്പാർന്ന കണ്ണിലേക്ക് നോക്കി മാളവിക പകച്ചു നിന്നു. എവിടെ പോയതായിരുന്നടാ? ഉമ്മർത്തേനെ ഇരിക്കായിരുന്ന മാഷ ആദ്യം വരുന്നുണ്ട് ചോദിച്ചു. ഞാൻ സഞ്ജുവിന്റെ കൂടെ. അങ്ങേയറ്റം തളർന്നുപോയ അവന്റെ ശബ്ദം. മാഷിന്റെ നെറ്റി വിളിച്ചു. നിനക്ക് എന്തു പറ്റി? വയ്യേ? അവന്റെ മുഖത്തേക്ക് നോക്കിയ മാഷി ചോദിച്ചു. എനിക്കൊന്നുമില്ല. ആദ്യം മുഖം കുനിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. പോയതുപോലെ അല്ലല്ലോ രണ്ടാളും തിരികെ വന്ന്. സത്യം പറഞ്ഞ ആദി, രാജീവിന്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നീ? കൃഷ്ണയ്ക്ക് എന്തു പറ്റി? അവൻ ആകുലതയോടെ മാഷിനെ നോക്കി. എന്നോടാണോ ചോദിക്കുന്നത്? നിന്റെ കൂടെയല്ല ഞാൻ എൻ്റെ മോളെ വിട്ട്. അവൾക്കൊരു ബുദ്ധിമുട്ട് വന്നാ അത് നീയല്ലടാ പരിഹരിക്കേണ്ടത്. അവന്റെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ചുകൊണ്ട് പറയുമ്പോൾ മാഷിന് ചിരി വന്നിരുന്നു. എനിക്കൊന്ന് പുറത്തു വേണ്ട ആവശ്യമുണ്ടായി മുത്തച്ഛ.
കൃഷ്ണ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയതാ ഞാൻ. അവൾക്കെന്തു പറ്റി? ആദ്യം ആശങ്കയ്ക്ക് വന്നിട്ട് ചോദിച്ചു. തലവേദനയാണെന്ന് എന്നോട് പറഞ്ഞിട്ട് കയറി കിടന്ന നേരത്തെയായിട്ട് മുറിയിന്നിറങ്ങി വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് തലവേദനയാണെന്ന്. മാഷ് പറയുമ്പോൾ ആദിയുടെ മുഖം കുനിഞ്ഞു. അവളുടെ ആ തലവേദന തീർച്ചയായും അത് തന്റെ മൗനം കൊണ്ടുണ്ടാക്കിയതാവും. അത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ അങ്ങോട്ട് പോയവളെ കുറിച്ച് ഒന്നും ഓർക്കാതെയാണ് ഞാൻ തിരികെ മടങ്ങിയത്. ഒരക്ഷരം അവളോട് പറയുകയോ അവളെ ഒന്ന് നോക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ആദി കുറ്റബോധത്തോടെ ഓർത്തു. ഞാൻ തന്നെ പറ്റി മാത്രമേ അപ്പോൾ ഓർത്തുള്ളൂ. സഞ്ജു പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ആ പാട്ട് കേട്ടപ്പോഴുള്ള തന്റെ അവസ്ഥ അവൾക്ക് അറിയാമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ തന്റെ ഒരു നോട്ടമോ നല്ലൊരു വാക്കോ പ്രതീക്ഷിക്കുന്നവളെ അങ്ങേയറ്റം പരുഷമായിട്ടാണ് താൻ അവഗണിച്ചത്. ആദ്യം ആശ അവിടെയുണ്ടെന്ന് പോലും ഓർക്കാതെ സ്വയം നെറ്റിയിലിടിച്ചു. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ ആദി? അവന്റെ മുഖത്തേക്ക് നോക്കി മാഷ് വീണ്ടും ചോദിച്ചു. ഏയ് ഇല്ല, ആദി തലയാട്ടി. അവിടുന്ന് രാജീവിന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെ ആരെങ്കിലും വേദനിപ്പിച്ചോ? മാഷിന്റെ ചോദ്യം കേട്ടതും ഞാനുള്ളപ്പോഴെന്ന് തിരിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു ആദിക്ക്. പക്ഷെ അവനൊന്നും മിണ്ടാതെ ഇല്ലെന്ന് തലയാട്ടി. എന്തായാലും അവൾക്ക് സഹിക്കാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ടായിട്ടുണ്ട്. അത്ര പെട്ടെന്നൊന്നും വീണുപോകാത്ത അവൾ അത്രയും വേദനിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള എന്തോ നേറ്റ് അവൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കില്ല. മാഷ് പറഞ്ഞു കേട്ടിട്ടും പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ കുനിഞ്ഞ മുഖത്തോടെ ആദ്യം അകത്തേക്ക് കയറിപ്പോയി. എല്ലാം കൂടി അവന്റെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സഞ്ജുവിന്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയില്ല. അതിനിടയിൽ ഇനി എങ്ങനെ കൃഷ്ണയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും അറിയില്ല. ഒരു നെടുവീർപ്പോടെ ആദ്യ ഹാളിലൊരു നിമിഷം നിന്നിട്ടാണ് തന്റെ മുറിയിലേക്ക് നടന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ അവൻ ചെല്ലുമ്പോൾ അവളവിടെ കിടപ്പുണ്ട്. ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പോലും സംശയം തോന്നിയ വിധം അങ്ങേയറ്റം നിർജീവമായൊരു കിടപ്പ്. അതിലവിടെ ഹൃദയവേദനയുടെ നിഴലാണ്. വാതിലടച്ച് ലോക്ക് ചെയ്തുകൊണ്ടാണ് ആദ്യം അവൾക്ക് നേരെ തിരിഞ്ഞത്. അവൻ ചെന്നത് അറിഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല. ജനലുകളെല്ലാം വലിച്ചടച്ചിട്ട് കർട്ടൻ കൂടി നീക്കിയിട്ടതോടെ മുറിയിൽ ഒരു അരണ്ട വെളിച്ചം മാത്രമാണുള്ളത്. രാവിലെ ഇട്ട മുഷിഞ്ഞ വേഷത്തിൽ തന്നെയാണ് രണ്ടുപേരും. അന്ന് ഭക്ഷണം കഴിക്കാത്ത പോലും ഓർമ്മയില്ല. വിശപ്പോ ദാഹമോ ഒന്നും അറിയുന്നുമില്ല. ആദ്യ വന്നയുടനെ അവൾ ഇറക്കി കാർ അവിടെ ഇട്ട് ബുള്ളറ്റും എടുത്ത് പോയതാണ്. അപ്പോഴും അവളെയൊന്നും പരിഗണിക്കുകയോ യാത്ര പറയുകയോ ചെയ്തിട്ടില്ലെന്ന് ഹൃദയഭാരത്തോട് ആദ്യം ഓർത്തു. കൃഷ്ണ പതിയാൻ വിളിച്ചിട്ട് അവളൊന്നും മിണ്ടിയില്ല. കൃഷ്ണ, ഐ ആം സോറി. ഞാൻ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്ലീസ് ഒന്ന് എഴുന്നേൽക്കടോ, എനിക്ക് സംസാരിക്കാനുണ്ട്. അപേക്ഷിക്കുന്ന പോലെയുള്ള അവന്റെ പറച്ചിൽ കേട്ടതും പ്രിയപതിയെ എഴുന്നേറ്റു. കരഞ്ഞു തിന്നിർത്ത് അവിടെ ആ മുഖം കണ്ടത് ആദ്യം ഞെട്ടിപ്പോയിരുന്നു. ഇന്ന് രാവിലെ അതിമനോഹരിയായി തനിക്കൊപ്പം വന്നവളുടെ നിഴൽ മാത്രമാണിപ്പോൾ തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി. വയ്യതെനിക്ക് മുത്തശ്ശൻ പറഞ്ഞ തലവേദനയാണെന്ന്. ആണോ കൃഷ്ണ? തലവേദനയോടി വാ, നമുക്ക് ഡോക്ടറെ പോയിന്ന് കാണിക്കാം. മനസ്സിലെ കുറ്റബോധമോ അതോ ഉള്ളിൽ അവളോട് അലതല്ലുന്ന പ്രണയമോ അത്രമാത്രം മൃദുവായി ചോദിക്കുന്നവനെ നോക്കുമ്പോൾ വീണ്ടും പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഉള്ളിലില്ലാത്ത സ്നേഹം കാണിച്ചെന്നെ ഇനിയും ഇങ്ങനെ പരീക്ഷിക്കില്ലേ എന്നവളുടെ മനം അലമുറയിട്ടു. വാ കൃഷ്ണ. അരങ്ങാതെ നിൽക്കുന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യം വിളിക്കുമ്പോൾ പിടച്ചിലോടെ അവൾ ആ കൈകൾ കുടഞ്ഞെറിഞ്ഞു. എനിക്കൊന്നുമില്ല, എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. വല്ലാതെ പരുഷമായിരുന്നു അത് പറയുമ്പോൾ അവളുടെ സ്വരം. കൃഷ്ണ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം. ഞാനാണ് നിന്റെ ഇപ്പോഴുള്ള വേദനയുടെ കാരണമെന്ന് എനിക്കറിയാം. പക്ഷേ പറ്റിപ്പോയടാ. അപ്പോഴത്തെ ആ അവസ്ഥയിൽ നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു കൃഷ്ണ. ആദ്യ ശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കി. പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ടാവും ആദ്യേട്ടാ, പക്ഷെ തെറ്റ് നിങ്ങളുടേതായിരുന്നില്ല, ഞാനാണ്. വല്ലാത്തൊരു ചിരിയോടെ പ്രിയ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യ ഒരു നെടുവീർപ്പോടെ നെറ്റി തടവി. ഒരൽപ്പം സ്നേഹം കാണിച്ചപ്പോൾ ഞാൻ എന്നെ മറന്നു, എന്നെ നിലമറന്നു. ഞാനെന്ന വ്യക്തിയെ പോലും മറന്നു. അതിനുള്ള ശിക്ഷയായി കൂട്ടിക്കോളാം. പ്രിയ മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ആദ്യം അവളെയും നോക്കി. കൃഷ്ണ, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? ആദ്യം അവളെ നോക്കി. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്നും അതെല്ലാം ഒരിക്കലും വിട്ടുകളയാൻ കഴിയില്ലെന്ന് ഞാൻ ഇറങ്ങിപ്പോവാനാവുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നതിനോട് നേരിട്ട് പറഞ്ഞിട്ടും എനിക്ക് പറ്റിയില്ല. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല ആദ്യമായിട്ട്. ഞാൻ എൻ്റെ ജീവനോളം നിങ്ങളെ സ്നേഹിച്ചു പോയി. മുഖം പൊതിഞ്ഞു പിടിച്ചുകൊണ്ടൊരു കരച്ചിലോടെ ചുമരിൽ ചാരി നിന്നിട്ട് അവൾ പറഞ്ഞു കേട്ടതും ഉള്ളിലേക്കൊരു കുടം മഞ്ഞ് പൊഴിഞ്ഞു വീണ പോലെ ആദ്യമൊന്ന് കുളിർന്നു പോയി. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കൺമുമ്പിൽ വന്നിട്ട് ഒരാൾ പറയുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, ഈ ലോകത്തിലെ മറ്റൊന്നിനും പകർന്നു തരാൻ കഴിയാത്തത്. ആദ്യ ആ നിർവൃതിയുടെ ലഹരിയിൽ ഉള്ളു മുഴുവനും നിറഞ്ഞു വിങ്ങുന്ന അവളോടുള്ള അടങ്ങാത്ത ഇഷ്ടത്തിന്റെ ഭാരവും പേറി വീർപ്പുമുട്ടി നിന്നുപോയി. പക്ഷേ ആദ്യേട്ടാ, നിങ്ങൾക്ക് ഞാൻ ആരുമില്ലെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഒരു സൗഹൃദത്തിനപ്പുറം എന്നോടൊരു സ്നേഹമില്ലെന്ന് എനിക്ക് ഉറപ്പായി. സഞ്ജു നിങ്ങൾക്ക് എൻ്റെ പാട്ടും സ്വരം ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എത്രയൊന്നും നിങ്ങൾക്ക് ഊഹിക്കാൻ കൂടി കഴിയില്ല. പക്ഷേ
അപ്പോഴെനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ആ സ്വരത്തിനോടൊപ്പം ഞാനാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇഷ്ടം പോവുമെന്ന്. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചില്ലേ? നിങ്ങൾക്കിപ്പോ എന്നോട്. പ്രിയ വല്ലാത്തൊരു സങ്കടത്തോടെ പറയുന്ന കേട്ടതും ആദിയുടെ നെറ്റി ഒളിഞ്ഞു. കൃഷ്ണ, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം വേദനിച്ചത് എനിക്ക്? റിയലി സോറി. അങ്ങനെയൊന്നുമല്ല ഞാൻ. ആദി വെപ്രാളത്തോടെ എന്തോ പറയാൻ വന്ന് പ്രിയ കൈയുയർത്തി തടഞ്ഞു. ഇനിയൊന്നും പറയില്ല ആദിയേട്ടാ, എനിക്കിനി വയ്യ നിങ്ങൾ എന്നുള്ള വേദന സഹിക്കാൻ. അറിയാതെ കൊതിച്ചു പോയതിന് ഞാനിപ്പോൾ നീറുന്നുണ്ട്. ഇനി എൻ്റെ മരണം വരെ ഈ വേദന കൂടെ ഉണ്ടാവും, എനിക്കറിയാം. പക്ഷെ ഞാൻ പോയിക്കൊള്ളാം ആദ്യമായിട്ട്. നിങ്ങൾക്കൊരു ഭാരാവില്ല, സത്യം. പ്രിയ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ആദ്യോളെ പകച്ചു നോക്കി. കൃഷ്ണൻ, ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനൊന്നും അല്ലടോ സത്യത്തിൽ. ആദ്യയോടെ അരികിലേക്ക് ചെന്നു. എനിക്ക് മനസ്സിലാവും ആദ്യമായിട്ടാ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. മോഹിച്ചും കോയിച്ചും സ്നേഹിച്ചൊക്കെ ഞാനാ. നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് കുറേ പ്രാവശ്യം വ്യക്തമായിട്ട് നേരിട്ടിനോട് പറഞ്ഞു തന്നിട്ടും അതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ പറ്റിപ്പോയതാ. ഇത്രയും ആരും എന്നെ പരിഗണിച്ചിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാ. സഹായിച്ചിട്ടുമില്ല. എല്ലാവർക്കും ഞാൻ തോറ്റു കാണുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ നിങ്ങൾ കാണിച്ച സഹതാപം, സ്നേഹമായിട്ടും പ്രണയമായിട്ടും ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. ഇനി ഞാൻ ശല്യപ്പെടുത്തില്ല. പ്രിയ വീണ്ടും കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞതും ആദിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾ ചുവന്നു തുടങ്ങി. നിങ്ങൾ മുത്തച്ഛന് ചെയ്തു തന്ന സഹായങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരികെ പോയില്ല. പക്ഷെ ഇനിയും നിങ്ങളെ നിർത്തി. ആദിയുടെ ശബ്ദമുയർന്നു. പ്രിയ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി. ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന പോലൊരുവൻ മുന്നിൽ നിന്നിട്ട് അവളെ തുറിച്ചു നോക്കി. കണ്ണുകൊടുക്കടി, അവിടെ ഒരു കണ്ണീർ നാടകം. നിനക്കെന്താടി ഇവിടെ എത്തിയ മുതൽ വല്ല സീരിയലിലേക്കും പ്രൊമോഷൻ കിട്ടിയോ? എപ്പോ നോക്കിയാലും ഒരു കണ്ണു നിറക്കല്. ആദി ദേഷ്യത്തോടെ തന്നെ ഒച്ചയിട്ടുന്നു. പ്രിയ വേഗം കൈകൊണ്ട് കവിള് തുടച്ചു. നിനക്ക് മാറ്റം വന്നിട്ടുണ്ട്, നീ തന്നെ പറഞ്ഞില്ലേ? ദേ വന്നത് ഈ വലിയൊരു മാറ്റോ? എന്തു പറഞ്ഞാലും നിന്ന് കണ്ണീരൊരുപ്പിക്കുന്ന ഒരു. ആദി പല്ലടിച്ചുകൊണ്ട് അവൾക്ക് നേരെ ചീറി. ഹൃദയത്തിൽ ഒരുപാട് ഇടം കൊടുത്തിട്ടും പ്രണയത്തോടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ചെയ്തു കൊടുത്തും കൂടെ നിന്നിട്ടും അവൾക്ക് അല്പം പോലും തന്നെ മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവന് സ്വയം നഷ്ടപ്പെടുന്ന പോലൊരു തോന്നലുണ്ടായിരുന്നു. രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം ഒരു നോട്ടത്തിന്റെ നൂലിഴത്തുമ്പിൽ ഒളിച്ചിരിപ്പുണ്ടെന്നറിയാം. അവളുടെ മിഴികളിൽ നിന്നും ഇന്നിപ്പോൾ തന്നോട് അവൾക്ക് തോന്നിയ ഇഷ്ടത്തെ നിരവധി തവണ അവൻ സ്വയം കണ്ടുപിടിച്ചിട്ടും എന്തേ അവൾക്കത് പറ്റിയില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.